അന്നാണ് കോളേജിലെ ആർട്സ് ഡേ പ്രോഗ്രാം. ബാല രാവിലെ എണീച്ച് ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തു കോളേജിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. കുറേ സമയമായല്ലോ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ബെഡിൽ വാരിയിട്ട് ആലോചന തുടങ്ങിയിട്ട്. ബെഡിലിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും സിദ്ധുവിൻ്റെ സൗണ്ട് കേട്ടത്. അവൻ അവൾ അടുത്തേക്ക് വന്നു. എന്താണ് ഒരാലോചന? അവൻ ചോദിച്ചു. അത് പിന്നെ സിദ്ധു, ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ആണ്, അവൾ പറഞ്ഞു. അതുകൊണ്ട്? അവൻ തിരിച്ചു ചോദിച്ചു. ഓ, ഞാനൊന്ന് പറയട്ടെ, അവൾ പറഞ്ഞു. എന്നാ പറ. അവൻ രണ്ട് കൈയും കെട്ടി അവൾ പറയുന്നത് കേട്ടു. അത് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് യൂണിഫോം അല്ല, കളർ ഡ്രസ്സ് ഇടാം. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന ഒരു ചിന്തയിലായിരുന്നു ഞാൻ. അതാ ഈ ഡ്രസ്സൊക്കെ എടുത്ത് നിരത്തിയിട്ടത്, അവൾ പറഞ്ഞു. എങ്കിൽ ഞാനൊരെണ്ണം സെലക്ട് ചെയ്ത് തരട്ടെ, അവൻ ചോദിച്ചു. ആ, ഓക്കെ, ബാല പറഞ്ഞു. അവൻ അവളുടെ ഡ്രസ്സൊക്കെ നോക്കി. അതിലൊരെണ്ണം അവൻ എടുത്ത്. ഇതോക്കെ, ഇത് മതി, അവൻ പറഞ്ഞു. ഇതോ? അവൾ ചോദിച്ചു. എന്താ ഈ ഡ്രസ്സിന് ഒരു കുഴപ്പം? നീ ഇതുവരെ ഇങ്ങനെയുള്ള ഡ്രസ്സിട്ട് ഞാൻ കണ്ടിട്ടില്ല, അവൻ പറഞ്ഞു. ഇതുപോലെയുള്ളത് ഞാൻ ഇടാറില്ല സിദ്ധു. ഈ ഡ്രസ്സ് എനിക്ക് അനിയേട്ടൻ മേടിച്ചു തന്നതാ, ആവണിയുടെ ഏട്ടൻ. ഏട്ടൻ ഒരിക്കൽ ലീവിന് വന്ന സമയം അവർക്ക് ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നപ്പോൾ എനിക്കും എടുത്തു തന്നതാ. പക്ഷേ ഞാനിത് ഇതുവരെ ഇട്ടില്ലായിരുന്നു. അതിനിപ്പോ എന്താ? ഇന്ന് ഇതിട്ട് നീ കോളേജിൽ പോയാൽ മതി. ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ, അവൻ പറഞ്ഞു. അവൾ അത് കേൾക്കെ ആ ഡ്രസ്സ് എടുത്ത് മറ്റൊരു റൂമിലേക്ക് പോയി. അവൻ ഫോൺ എടുത്ത് ബെഡിലേക്കിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാല മുറിയിലേക്ക് വന്നു. അവൻ ഫോൺ മാറ്റിവെച്ച് അവളെ നോക്കി. ബ്ലൂ കളർ ജീൻസും ബ്ലാക്ക് കളർ കുർത്തിയിൽ വൈറ്റ് ഫ്ലവർ ഡിസൈൻ വരുന്ന ഷോർട്ട് കുർത്തിയുമാണ് അവളുടെ വേഷം. അവൾക്ക് അത് നന്നായി ചേരുന്നുണ്ട്. അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നിന്നു. മുടി കെട്ടാൻ നോക്കി. മുടി ഞാൻ കെട്ടിത്തരാം, പിന്നിൽ നിന്നും സിദ്ധുവിൻ്റെ ശബ്ദം കേട്ടു. എന്താ? അവൾ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ നിന്നും മുടി ചീകുന്ന ചീപ്പ് അവൻ മേടിച്ചു. സാധാരണ ബാല മുടി പിന്നിയിടുകയാണ് ചെയ്യുന്നത്. അവൻ അവളുടെ മുടി പതിയെ ചീകി മുടി അഴിച്ചിടുന്നതാണ് ഈ ഡ്രസ്സിന് കുറച്ചുകൂടി ഭംഗി, അവൻ പറഞ്ഞു. അവൾ പതിയെ മൂളി. അവൻ അവൾക്കായി കണ്ണുകളിൽ ഐലൈനർ എഴുതി കൊടുത്തു. നല്ല കട്ടിക്ക് എഴുതിയത് കൊണ്ട് അവളുടെ കണ്ണുകളെ അത് എടുത്തു കാട്ടി. സൂപ്പറായിട്ടുണ്ട്, അവൻ പറഞ്ഞു. ആണോ? അവൾ ചോദിച്ചു. സിദ്ധു, എങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരാമോ? അവൾ അതും പറഞ്ഞ് അവളുടെ ഫോൺ അവന് നേരെ നീട്ടി. അവൻ അവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ശേഷം രണ്ടാളും ചേർന്ന് നിന്ന് കുറച്ച് സെൽഫിയും എടുത്ത് അവൻ ഫോൺ അവളെ ഏൽപ്പിച്ചു. ഫുഡ് കഴിക്കാൻ പോയി. അവളും അവൻ്റെ ഒപ്പം കഴിക്കാനിരുന്നു. അങ്ങനെ സമയമായപ്പോൾ സിദ്ധു ബാലയെ കോളേജിൽ കൊണ്ടാക്കി. ശേഷം അവൻ വർക്ക്ഷോപ്പിലേക്ക് പോയി. ബാലയെ കാത്തുനിന്ന ആവണിയും ശിവാനിയും ബാലയുടെ വരവ് കണ്ട് ശരിക്കും ഒന്ന് അമ്പരന്നു. എടി, ഇത് നമ്മുടെ ബാല തന്നെയാണോ? ആവണി ശിവാനിയോട് ചോദിച്ചു. അതാടി എനിക്കും മനസ്സിലാകാത്തത്. ഇവൾക്കിതെന്തു പറ്റി? ബാല അവരുടെ അടുത്തേക്ക് വന്നു. രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ആവണി പറഞ്ഞു. പിന്നെ കോളേജിന് പുറത്തു നിന്നും മൂന്നാളും കൂടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വാ, നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം, ശിവാനി പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ക്യാൻറ്റീനിലേക്ക് പോകാം, ബാല പറഞ്ഞു. നീ എന്താ ഒന്നും കഴിച്ചില്ലേ? ആവണി ചോദിച്ചു. കഴിച്ചു, എന്നാലും എനിക്കെന്തോ ഒരു ചായ കുടിക്കാൻ തോന്നുന്നു, ബാല പറഞ്ഞു. എങ്കിൽ വാ.
മൂന്നാളും ക്യാൻറ്റീനിലേക്ക് പോയി. നല്ല ചൂട് ചായയും വടയും കഴിച്ചു. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോകാം, ബാല പറഞ്ഞു. ശരി, ആവണിയും പറഞ്ഞു. പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല, എങ്കിലും വലിയ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ കുട്ടികൾ ഓഡിറ്റോറിയത്തിലുണ്ട്. മറ്റു ചിലർ മേക്കപ്പ് ചെയ്യാനൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തിക്കും തിരക്കുമാണ്. ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോഴും ബാലയുടെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു. അമൃതേട്ടത്തി, ഏട്ടത്തി, എന്തിനാ കുട്ടികളെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? മുത്തശ്ശി സൗബിയോടും കാർത്തുവിനോടും ചോദിച്ചു. അപ്പോഴേക്കും അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്ന അമൃത അങ്ങോട്ട് വന്നു. എന്താ സൗബി, എന്തിനാ വിളിച്ചേ? അമൃത ചോദിച്ചു. പെട്ടെന്ന് സൗബി അവളുടെ അടുത്തേക്ക് ചെന്നു. ഫോൺ അവളുടെ നേരെ നീട്ടി. ഇത് കണ്ടോ ഏട്ടത്തി? സൗബി ചോദിച്ചു. ഹാ, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്, അമൃത പറഞ്ഞു. എന്താ അത്? ജലജ ചോദിച്ചു. കാർത്തു ഫോൺ മേടിച്ച് അവർക്ക് നേരെ നീട്ടി. എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. ലച്ചുവും അവിടെയുണ്ട്. സിദ്ധുവും ബാലയും രാവിലെ എടുത്ത സെൽഫിയാണ്. ബാല അത് സൗബിക്കും കാർത്തുവിനും അയച്ചു കൊടുത്തു. ദേവേട്ടൻ്റെ സെലക്ഷനാണ് ആ ഡ്രസ്സ്. ഏട്ടൻ തന്നെയാണ് ബാലയെ റെഡിയാക്കിയത്. അവർ രണ്ടാളും നല്ല ചേർച്ചയാണ് അല്ലേ? സൗബി പറഞ്ഞു. ലച്ചു ആ ഫോട്ടോയിലേക്ക് നോക്കി. ദേവനെ പറ്റി ചേർന്ന് നിൽക്കുന്ന ബാല. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ലച്ചു അത് കണ്ട് ഒന്നും മിണ്ടാതെ എണീച്ചു പോയി. ലച്ചു പുറത്ത് ഗാർഡനിൽ പോയിരുന്നു. അവിടെ ഇരുന്നിട്ടും സൗബി പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഏട്ടൻ തന്നെയാണ് ബാലയെ റെഡിയാക്കിയത്. അവർ രണ്ടാളും നല്ല ചേർച്ചയാണല്ലേ? ലച്ചു കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരുന്നു. നീ എന്തിനാ സൗബി ലച്ചുമോളുടെ മുന്നിൽ വെച്ച് ആ ഫോട്ടോസ് കാണിച്ചത്? ജാനകി ചോദിച്ചു. അതിനിപ്പോൾ എന്താ അമ്മ? ദേവേട്ടൻ പഴയതൊക്കെ മറന്ന് ഹാപ്പി ആയിട്ടാണ് ബാലയോടൊപ്പം കഴിയുന്നത്. പിന്നെ ലച്ചു ചേച്ചിക്ക് എന്താ? ചേച്ചിയും എല്ലാം മറന്ന് ഹാപ്പിയായിട്ട് കഴിയട്ടെ. അല്ലാതെ ഇങ്ങനെ ദേവേട്ടനെയും ഓർത്ത് സങ്കടപ്പെട്ട് കഴിയണ്ടല്ലോ. സൗബി അതും പറഞ്ഞ് കോളേജിലേക്ക് പോകാനിറങ്ങി. കൂടെ തന്നെ കാർത്തുവും. സൗബി പറഞ്ഞത് ശരി തന്നെയല്ലേ ജാനകി? മുത്തശ്ശി അവരോട് ചോദിച്ചു. ജാനകി ഒന്നും മിണ്ടിയില്ല. കാരണം അവർക്കറിയില്ല താൻ എന്ത് മറുപടി പറയണമെന്ന്. ലച്ചുമോളുടെ വിവാഹം നടത്തണം ഉടനെ. അപ്പോൾ മോള് പഴയതൊക്കെ തനിയെ മറന്നോളും. നല്ല ഒരു ബ്രോക്കറോട് നാളെ ഇത്രടം വരെ വരാൻ ഞാൻ ശാരദയോട് പറയാം, മുത്തശ്ശി പറഞ്ഞു. വേണ്ട, ലച്ചു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. തുടരും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കരുത്.